സ്കൂൾ ബസ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം വിദ്യാർത്ഥിനി ബസ്സിനടിയിൽപ്പെട്ട സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിച്ച് പെരുമ്പാവൂർ മോട്ടോർ വാഹന വകുപ്പ്. നിസ്സാര പരിക്കുകളോടെ വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡ്രൈവർക്കെതിരെ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തു. ഡ്രൈവറായ ഉമ്മറിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനി ആവർത്തിച്ചാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പെരുമ്പാവൂർ ജോയിന്റ് RTO S അരവിന്ദൻ. പെരുമ്പാവൂർ മക്ക സ്കൂളിലെ ബസ്സിനടിയിലാണ് കഴിഞ്ഞ 12-ാം തീയതി വിദ്യാർത്ഥിനി അകപ്പെട്ടത്. ബസ്സിൽ നിന്നിറങ്ങിയ 2 വിദ്യാർത്ഥികൾ റോഡ് മറികടക്കവേ ഡ്രൈവർ ഇത് ശ്രദ്ധിക്കാതെ ബസ് മുന്നോട്ടെടുത്തതാണ് കുട്ടികളിൽ ഒരാൾ വാഹനത്തിനടിയിൽപ്പെടാൻ ഇടയാക്കിയത്. എന്നാൽ ഡ്രൈവർ വാഹനം ഓടിച്ചു പോവുകയും ചെയ്തു. നിസ്സാര പരിക്കുകളോടെയാണ് വിദ്യാർത്ഥിനി അത്ഭുതകരമായി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. തൊട്ടടുത്തുള്ള CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലൂടെ സംഭവം പുറത്താവുകയും തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡ്രൈവറായ ഉമ്മറിനെതിരെ പെരുമ്പാവൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായി പെരുമ്പാവൂർ ജോയിന്റ് RTO അറിയിച്ചു. ഡ്രൈവറെയും ആ ബസ്സിന്റെ ചുമതല വച്ചിരുന്ന ആയെയും ഓഫീസിൽ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുത്തതിന് ശേഷം ലൈസൻസ് ഡ്രൈവർക്കെതിരെ മാത്രമേ നമുക്ക് നടപടി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡ്രൈവറായിട്ട് സേവനമനുഷ്ഠിച്ച ഉമ്മർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ലൈസൻസ് 6 മാസത്തേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പെരുമ്പാവൂർ ജോയിന്റ് RTO S അരവിന്ദൻ. നമുക്ക് ആയക്കെതിരെ നടപടിയെടുക്കാൻ നമുക്ക് ഇപ്പം നിലവിൽ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതുകൂടി മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ആയമാരെ നമ്മൾ ഈ ബസ്സുകളിൽ വിടുന്നതിന് അവരെ വിലക്കുകയും ആവശ്യമായി വന്ന ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാനും നമ്മൾ സന്നദ്ധമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.